ഗൈസ്, അപ്പോൾ ഫൈനലി ഞാൻ ലാഗ് ഫിക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ലാഗ് ഫിക്സിംഗ് കോൺഫിഗ് ഫയലാണ് തരാൻ പോകുന്നത്. ഈ ഒരു കോൺഫിഗ് ഫയൽ നിങ്ങൾ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടാകുന്ന ലാഗിങ് ആവട്ടെ അല്ലെങ്കിൽ ഓട്ടോ ബാക്ക് പ്രോബ്ലം ആണെങ്കിലും ഫിക്സ് ആയി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഫയലിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ഡിവൈസിലും വർക്കിംഗ് ആണ്, വർക്ക്സ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ഡിവൈസസ്. അതേപോലെ തന്നെ 100% സേഫ് ആയിട്ടുള്ള ഒരു ഫയലാണ്. അപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തന്നെ ഈ ഒരു കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്യാം. ബാൻ, സസ്പെൻഡ് പോലെയുള്ള പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഫയൽ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഫയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് നിങ്ങൾക്ക് വേണ്ടി വരും. ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ പാസ്വേഡ് 2 പാർട്സ് ആയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്, ഒറ്റ പാർട്ടല്ല 2 പാർട്സ് ആയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വീഡിയോ നിങ്ങൾ 1 സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടൂല. അപ്പോൾ ഞാൻ 2 പാർട്ടും കാര്യമൊക്കെ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കോൺഫിഗ് ഫയലും അതേപോലെ തന്നെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ വ്യൂവേഴ്സൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് പാസ്വേഡ് മാത്രം കണ്ടിട്ട് സ്കിപ്പ് അടിച്ച് പോവാണ്. ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പൈസയൊന്നും ചോദിക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന പകരമായിട്ട് ഞാൻ നിങ്ങളോട് വീഡിയോ വാച്ച് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനുമാണ് പറയുന്നത്. നിങ്ങളോട് പൈസയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ഈ ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഫയൽ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സും കാര്യമൊന്നുമല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ ഫയലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫയലൊന്നും വർക്ക് ചെയ്യില്ല, നിങ്ങളുടെ ലാഗ് ഒന്നും ഫിക്സ് ആവാൻ പോകുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ ഫയൽ വർക്കിംഗ് ആവൂ. ഗൈസ്, അപ്പോൾ ആദ്യം നമുക്ക് ഫയൽ ഡൗൺലോഡ് ആക്കാം. ഫയൽ ഡൗൺലോഡ് ആക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയതിന് ശേഷം എൻ്റെ ബയോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫയലിൻ്റെ ലിങ്കും കാര്യമൊക്കെ കിട്ടും. ലേറ്റസ്റ്റ് ഫയൽ എന്നിട്ടൊരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് മീഡിയ ഫയറിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നിങ്ങൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്, ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയർ മാക്സ്, ഏത് ഗെയിമാണ് കളിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് ഇതുപോലെ ഫോളോ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം. ആദ്യം നമുക്ക് zarchiver ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ്സിലേക്ക് പോകാം. ഡൗൺലോഡ്സിലേക്ക് പോയിട്ടാകുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ കാണുന്നുണ്ടാവും. അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് 2 പാർട്ടായിട്ടാണ് ഞാൻ പാസ്വേഡ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 പാർട്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്പേസ് അടിക്കേണ്ട ആവശ്യമില്ല. സ്പേസ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2 പാർട്ടും ഇവിടെ എൻ്റർ ചെയ്യുക. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എന്നിട്ട് ഞാൻ പാസ്വേഡ് തന്നിട്ടുണ്ട്. ആ 2 പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ഫയൽ എക്സ്ട്രാക്റ്റ് ആയി വരുന്നതായിരിക്കും. അതിനുശേഷം ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ ഇവിടെ കണ്ടന്റ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണുന്നുണ്ട്. അത് കോപ്പി അല്ലെങ്കിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഡിവൈസ് മെമ്മറിയിലേക്ക് പോകാം. ആൻഡ്രോയിഡിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഡാറ്റയിലേക്ക് പോയിട്ടാകുമ്പോൾ ഇവിടെ com.dts.freefire.th എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണുന്നുണ്ട്. ഫ്രീ ഫയർ ആണെങ്കിൽ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഫ്രീ ഫയർ മാക്സ് ആണെങ്കിൽ com.dts.freefire.max എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽസിലേക്ക് പോകാം. ഫയൽസിൽ പോയിട്ട് അവിടെ സിമ്പിളായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ചില സമയത്ത് റീപ്ലേസ് ചെയ്യാൻ പറയും. അപ്പോൾ അപ്ലൈ ടു ഓൾ ഫയൽസ് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് അടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ അപ്ലൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്ത് ആയിട്ട് ഗെയിം പ്ലേ ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഫയൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. ബിക്കോസ് യുവർ 1 like is equal to 1 motivation for me to make these kinds of videos in future. So guys, don't forget to like, share and subscribe. See you all in my next video. Till then, goodbye.